ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടെ. നാമത്തിൻ രൂപമായ ജ്ഞാനരൂപം സദ്ഗുരുവെന്നറിക. സർവദോഷശാന്തിക്കായി സർവശക്തി വാസാക്കിയ സർവശക്തമാം നിയമ താരാസ്തുതി. സർവദോഷശാന്തിക്കായി സർവശക്തി വാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി ഉദിച്ചുയർന്നുദിപ്പിച്ച താരാസ്തുതി. ഉദിച്ചുയർന്നുദിപ്പിച്ച താരാസ്തുതി.
ജയിക്കട്ടെ ജയിക്കട്ടെ സുഭാൻദാസ് ജയിക്കട്ടെ 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 കലിയുഗ ഖഡ്ഗി ജയിക്കട്ടെ 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 ജ്ഞാന 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 ഖഡ്ഗി ജയിക്കട്ടെ അധർമ്മമെല്ലാം തകരട്ടെ ധർമ്മമെന്നും ജയിക്കട്ടെ അധർമ്മമെല്ലാം തകരട്ടെ ധർമ്മമെന്നും ജയിക്കട്ടെ അധർമ്മമെല്ലാം തകരട്ടെ ധർമ്മമെന്നും ജയിക്കട്ടെ അസത്യമെല്ലാം തകരട്ടെ സത്യമെന്നും ജയിക്കട്ടെ അസത്യമെല്ലാം തകരട്ടെ സത്യമെന്നും ജയിക്കട്ടെ വളരട്ടെ വളരട്ടെ സുഭാനന്ദാദർശം വളരട്ടെ 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 സുഭാനന്ദാദർശം വളരട്ടെ ആത്മബോധ ഉദയ സംഘം വളരട്ടെ വളരട്ടെ ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം ജാതി മതഭേദമില്ലാതെ നമുക്കൊത്തുചേർന്നു നിത്യമാനന്ദിക്കാം ആനന്ദിക്കാം നമുക്കാനന്ദിക്കാം തിരുനാമ സങ്കീർത്തനം പാടി നിത്യം ആനന്ദിക്കാം നമുക്കാനന്ദിക്കാം തിരുനാമ സങ്കീർത്തനം പാടി നിത്യം ചേരാം ചേരാം ദൈവസന്നിധിയിൽ പാടാം പാടാം തിരുനാമം നിയമം പാലിക്കണം ആത്മാക്കളെ നാമം തുതിക്കണം ആത്മാക്കളെ നിയമം പാലിക്കണം ആത്മാക്കളെ നാമം സ്തുതിക്കണം ആത്മാക്കളെ നിയമവും നാമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം നിയമവും
കണ്ണനെ കണ്ട് ഞാൻ കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് ഞാൻ കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് അന്തരംഗെ ആനന്ദിക്കും കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് ഞാൻ കണ്ണനെ കണ്ട് അന്തരംഗെ ആനന്ദിക്കും കണ്ണനെ കണ്ട് ആദിവേദ മൂലമായ രൂപത്തെ കണ്ട് ആദിവേദ മൂലമായ രൂപത്തെ കണ്ട് മൂലതത്വ ബോധിക്കുന്ന മൂലതത്വ ബോധിക്കുന്ന മോക്ഷദായക കണ്ണനെ കണ്ട് ഞാൻ കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് ഞാൻ കണ്ണനെ കണ്ട് കണ്ണനെ കണ്ട് എന്റെ അന്തരംഗെ ആനന്ദിക്കും കണ്ണനെ കണ്ട് എന്റെ അന്തരംഗെ ആനന്ദിക്കും കണ്ണനെ കണ്ട് നമ്മുടെ ആശ്രമ സന്നിധാനം വിപുലപ്പെടുത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ സന്യാസ പരമ്പരകൾക്കെല്ലാം കൂടി ഇരിക്കാനുള്ള സ്ഥലം തികയുന്നില്ല. താരാസ്തുതിക്ക് വന്നവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും ആളുകൾക്ക്. ഇപ്പം നമുക്ക് ഏറ്റവും വേഗം നമ്മുടെ സന്നിധാനവും വിപുലീകരിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. എല്ലാം മഹാശക്തിയുടെ നിശ്ചയപ്രകാരമാണല്ലോ നടത്തപ്പെടേണ്ടത്. ആ വിധത്തിൽ അതും നടത്തപ്പെടുമാറാകും. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. കലിയുഗത്തിനുദയമായ ജ്ഞാനഖഡ്ഗിയെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ആദിനാഥനെ സ്തുതിക്കുന്നു. കലിയുഗത്തിനുദയമായ ജ്ഞാനഖഡ്ഗിയെ സ്തുതിക്കുന്നു. നിത്യരക്ഷ നൽകിടുവാൻ നിത്യാനന്ദനെ സ്തുതിക്കുന്നു. നിത്യരക്ഷ നൽകിടുവാൻ നിത്യാനന്ദനെ സ്തുതിക്കുന്നു. നിത്യശാന്തി നൽകിടുവാൻ
ഓ ആദിശക്തിയെ സ്തുതിക്കുന്നു, മൂലശക്തിയെ സ്തുതിക്കുന്നു, ജ്ഞാനശക്തിയെ സ്തുതിക്കുന്നു, സർവശക്തിയെ സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. കലിയുഗത്തിൽ ഉദയമായ ജ്ഞാനഖണ്ഡിയെ സ്തുതിക്കുന്നു. ചൊവ്വാഴ്ച പ്രഭാതം മുതൽ ഈ സമയം വരെ ഇവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി ആർക്കും അന്യോന്യം വർണ്ണിച്ചു തീർക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കട്ടെ. സർവത്ര ആനന്ദം, എവിടെയോട്ട് തിരിഞ്ഞു നോക്കിയാലും ആനന്ദം. ആശ്രമത്തിനുള്ളിൽ യാമപ്രകാരം നടക്കുന്നു. ആ ഓരോരോ കെട്ടിടങ്ങളിലും അവരവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ജ്ഞാനാമൃത പാരായണവും മറ്റു കാര്യങ്ങളും നടക്കുന്നു. ഓഡിറ്റോറിയത്തിലും അതേവിധം നടക്കുന്നു. ഇങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭഗവത് നാമങ്ങളല്ലാതെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ആ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഈശ്വര ശക്തി പ്രത്യക്ഷമായി നിന്ന് ഈ പ്രാവശ്യത്തെ നമ്മുടെ താരാസ്തി നടത്തി തന്നു എന്നുള്ളതാണ് സത്യം. പിഞ്ചു പൈതങ്ങൾ അനവധി വന്നിട്ടുണ്ടായിരുന്നു. 10 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം ഇവിടെ ഇരുത്തി പ്രത്യേകമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. സാധാരണ ഒരു ആരാധന പോലെയോ മറ്റൊരു കർമ്മങ്ങൾ പോലെയോ ഉത്സവങ്ങൾ പോലെയോ അല്ല. താരാസ്തുതി എന്ന് പറയുന്നത് മഹാശക്തിയും ദൂതന്മാരും പ്രത്യക്ഷമായി നടത്തുന്ന കർമ്മമാണ്. അത് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരുടെ കഴിവിന്റെ പരമാവധി അവരതെല്ലാം സൂക്ഷിച്ചു നിന്ന് ഓരോ കർമ്മങ്ങൾ ചെയ്തു. അല്പസ്വല്പമൊക്കെ ചില പോരായ്മകളൊക്കെ പല ഭാഗത്തും വന്നിട്ടുണ്ട്. ഞാനത് എല്ലാം ക്ഷമിക്കണമേ എന്ന് മഹാശക്തിയോട് പ്രാർത്ഥിക്കുക. കാരണം ഇതിനൊക്കെ പ്രതിഫലം കിട്ടാൻ തുടങ്ങിയാൽ ആരും താങ്ങുന്നതല്ല. ആ സർവശക്തി പരിപൂർണ കലകളോടുകൂടി ഒന്ന് നടത്തുന്ന മഹായജ്ഞമാണ് താരാസ്തുതി. കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി, കോടി സൂര്യ പ്രഭയുള്ള മഹാശക്തി ഉദിച്ചു വന്ന് സ്ഥാപിച്ചതാണ് താരാസ്തുതി. ഇത് ലോകത്തിൽ നടത്തുവാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരെയൊക്കെയാണ്? അഖിലാണ്ടം കാക്കുവാനായി അഖിലേശൻ നിയോഗിച്ച അഖിലാണ്ടം കാക്കുവാനായി അഖിലേശൻ നിയോഗിച്ച അഖില ദൂതങ്ങൾ ഒത്തുചേരുന്നു. അഖില
സംവിധാനമാണ് താരാസ്തുതിക്ക് ഒരുക്കിയിരിക്കുന്നത്. ഈ 3 സംവിധാനവും മനുഷ്യന്മങ്ങളെ കൊണ്ട് കാണാൻ ഒരു നിർവാഹവുമില്ല. സാധാരണ മനുഷ്യരെ കൊണ്ട് കാണാൻ കഴിയില്ല. ഗുരുകൽപ്പന പാലിച്ച് ഈശ്വരത്വം പ്രാപിച്ചവർക്ക് ഇതെല്ലാം കാണാൻ കഴിയും. അപ്പൊ ഈ സംവിധാനങ്ങളോട് ഒരുക്കിയിരിക്കുന്നത് എന്തിനാണ്? ഈഹലോകെ ജന്മമെടുത്ത് നരകമായി പോയ നരന്മാരെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവരെ സ്വർഗമാക്കി തീർക്കുവാനാണ്. അവരെ സർവദോഷങ്ങളും തീർക്കുവാനാണ്. സർവദോഷം തീർത്തിടുവാൻ, സർവശാന്തി നൽകിടുവാൻ, സർവദോഷം തീർത്തിടുവാൻ, സർവശാന്തി നൽകിടുവാൻ, സർവശക്തി താരാസ്തുതി നടത്തിയിടുന്നു. സർവദോഷം തീർത്തിടുവാൻ, സർവശാന്തി നൽകിടുവാൻ, സർവശക്തി താരാസ്തുതി നടത്തിയിടുന്നു. ദേവഗണം ദൂതഗണം ഒത്തുചേർന്നു സ്തുതിക്കുന്നു. ദേവഗണം ദൂതഗണം ഒത്തുചേർന്നു സ്തുതിക്കുന്നു. ഭക്തലോകം പരിചോടെ ചേർന്നു സ്തുതിക്കാം. ദേവഗണം ദൂതഗണം ഒത്തുചേർന്നു സ്തുതിക്കുന്നു. ഭക്തലോകം പരിചോടെ ചേർന്നു സ്തുതിക്കാം. നിത്യവ്രതം സ്വീകരിച്ചു ഭക്തിയോടെ വന്നു ചേർന്നു. നിത്യവ്രതം സ്വീകരിച്ചു ഭക്തിയോടെ വന്നു ചേർന്നു. നിത്യവ്രതം സ്വീകരിച്ചു ഭക്തിയോടെ വന്നു ചേർന്നു. കൽപ്പനകൾ പാലിക്കുമ്പോൾ സ്തുതിയിൽ ചേരാം. നിത്യവ്രതം സ്വീകരിച്ചു ഭക്തിയോടെ വന്നു ചേർന്നു. കൽപ്പനകൾ പാലിക്കുമ്പോൾ സ്തുതിയിൽ ചേരാം. ദൂതന്മാരോടൊത്തു ചേർന്നു നിത്യസ്തുതി നടത്തിടാം. ദൂതന്മാരോടൊത്തു ചേർന്നു നിത്യസ്തുതി നടത്തിടാം. ദേവന്മാരോടൊത്തു ചേർന്നു ആനന്ദം പാടാം. ദൂതന്മാരോടൊത്തു ചേർന്നു നിത്യസ്തുതി നടത്തിടാം. ആനന്ദം പാടാം. ദൂതന്മാരോടൊത്തു ചേർന്നു നിത്യസ്തുതി നടത്തിടാം. ദേവന്മാരോടൊത്തു ചേർന്നു ആനന്ദം പാടാം. ദേവഭാഷ പറയുന്നു, ദേവഗീതം പാടിയിടുന്നു. ദേവഭാഷ പറയുന്നു, ദേവഗീതം പാടിയിടുന്നു. ദേവഭാഷ പറയുന്നു, ദേവഗീതം പാടിയിടുന്നു. ദേവദേവേശൻ തന്നെന്നും അനുഗ്രഹിക്കും. ദേവഭാഷ പറയുന്നു, ദേവഗീതം പാടിയിടുന്നു. ദേവദേവേശൻ തന്നെന്നും അനുഗ്രഹിക്കും. ലോകമുള്ള കാലം വരെ ആത്മലോക രക്ഷ ചെയ്യുവാൻ, ലോകമുള്ള കാലം വരെ ആത്മലോക രക്ഷ ചെയ്യുവാൻ, ലോകമുള്ള കാലം വരെ ആത്മലോക രക്ഷ ചെയ്യുവാൻ ആത്മനാഥൻ താരാസ്തുതി നടത്തിയിടുന്നു.
സർവശാന്തി നൽകാൻ ദേവന്മാരെയും ദൂതന്മാരെയും അണിനിരത്തിക്കൊണ്ട് മഹാശക്തി പ്രത്യക്ഷമായി നടത്തുന്ന ഈ മഹായജ്ഞം ഈ ലോകത്തിന്റെ പരമഭാഗ്യമാണിത്. ഈ കലിയുഗത്തിന്റെ പരമഭാഗ്യമാണിത്. എന്റെ ദേവന്മാരുടെയും ദൂതന്മാരുടെയും ഭാഗ്യകാലമാണിത്. എന്റെ മർത്യജന്മങ്ങളുടെ ഭാഗ്യകാലമാണിത്. നഷ്ടമാക്കി കളയരുതേ. നിയമം പാലിച്ചുകൊണ്ട് നിത്യവ്രതം സ്വീകരിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി വന്ന് താരാസ്തുതിയിൽ ബന്ധിക്കുവാൻ ഇനിയും ബന്ധിച്ചിട്ടില്ലാത്തവർ വീണ്ടും ആഗ്രഹിക്കുക. ആർത്തിയോടെ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഹൃദയമൊരുക്കുക. ഈ സ്വർഗീയ അനുഭൂതി വിശേഷങ്ങളെ ആത്മാവിൽ സ്വീകരിപ്പാൻ ഭാഗ്യം നിങ്ങളുണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ഒരുങ്ങാതെ നിങ്ങളിൽ അത് ലഭിക്കുകയില്ല. ആർത്തിയുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ആത്മനാഥനെ കാണുവാൻ കഴിയുള്ളൂ. ആത്മനാഥൻ കനിഞ്ഞരുളി ചെയ്തിരിക്കുന്ന നിയമങ്ങൾ പാലിക്കുവാൻ കഴിയുള്ളൂ. അതിൽ കൂടി ഉണ്ടാകുന്ന ആനന്ദം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. ആ വിധത്തിൽ നിയമം പാലിക്കുവാനും നാമസ്തുതിക്കുവാനും ആനന്ദം അനുഭവിക്കുവാനും മഹാശക്തി അനുവദിച്ച ഈ മഹായജ്ഞം ഗുരുദക്ഷിണയോടുകൂടി ഇവിടെ സമർപ്പിക്കുകയാണ്. എന്റെ ഓമന കുഞ്ഞുങ്ങൾ 4-5 ദിവസമായി ഇവിടെ കഴിഞ്ഞുകൂടിയവർ കഴിഞ്ഞ ദിവസം മുതലേ പലരും കരഞ്ഞു തുടങ്ങി. ഓ, എങ്ങനെ വിട്ടു പിരിഞ്ഞിടും ഞാൻ, എങ്ങനെ അങ്ങേ മറന്നിടും ഞാൻ. കാണാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്, കേൾക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്. എന്റെ പൊന്നുതമ്പുരാന്റെ പൊന്മുഖം ഇനി എന്തു കാണാൻ കഴിയും. ഓ, ഈ ആനന്ദം എനിക്ക് ഭവനത്തിൽ കിട്ടുന്നതല്ലോ, ഈ ലോകത്തിൽ എങ്ങും കിട്ടുന്നതല്ലോ. അങ്ങനെയുള്ള വ്യാകുലതകളോടെ കണ്ണുനീരൊഴുക്കുന്ന എന്റെ ഓമന സന്താനങ്ങളെ അവരെ വിട്ടുപിരിയുവാൻ എനിക്കും മനസ്സില്ല. പക്ഷേ ഈ ലോകത്തിലേക്ക് പല കർമ്മങ്ങളിലും നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണല്ലോ. അത് അവരവരുടെ കർമ്മം നിർവഹിച്ചെങ്കിലേ ലോകകർമ്മം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾ വിമുഖരാവാതെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിഷ്കളങ്കമായ ഭക്തിയോടെയുള്ള കർമ്മം നിത്യവും ചെയ്ത് ജീവിക്കുവാൻ നിങ്ങളെല്ലാവരും ഒരുക്കപ്പെടുക. അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന പ്രതിഫലം. ഞാൻ നൽകുന്ന അറിവിൽ കൂടി കർമ്മിച്ച് ശുദ്ധീകരിച്ച് ആ കർമ്മഫലത്തെ നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ആനന്ദിക്കുന്നത് കാണുന്നതാണ് എന്റെ സന്തോഷം. അങ്ങനെ ആത്മാവും പരമാത്മാവുമായി ഒന്നായി ചേർന്ന് ആനന്ദ പൈതലെ ആ താരാട്ടുപാടി ആനന്ദിക്കുന്ന അവസ്ഥ നിങ്ങളിൽ ഓരോരുത്തരിലും സംജാതമാകുവാൻ ആ മഹാശക്തി അനുവദിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ കർമ്മങ്ങൾ ഇത്ര മനോഹരമായി നടത്തി തന്ന മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. വീണ്ടും 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 നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ആശ്രയിക്കാം. കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠമായ ഓരോ കർമ്മങ്ങളും നടത്തി തരണമേ എന്ന് യാചിക്കാം. അടുത്ത താരാസ്തുതിക്ക് ഇതിൽ കൂടുതൽ ആളുകൾ ബന്ധിക്കുകയും ഇതിൽ കൂടുതൽ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുവാൻ ഈശ്വരന് ഇടയാക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കും. അവരെല്ലാം ഇവിടെ എത്തിക്കും. ഉന്നതമായ ആനന്ദത്തിൽ താരാസ്തുതി നടത്തും. അതുപോലെ നമ്മുടെ പല ശാഖാശ്രമങ്ങളുടെയും വാർഷികം അടുത്തടുത്തായി വരികയാണ്. 15 ഈ മാസം 30-ാം തീയതി കോത്തല ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 15 കാട്ടൂർലി. ജൂൺ 13-ാം തീയതി കാട്ടുവള്ളി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 27-ാം തീയതി ജൂൺ 27-ാം തീയതി പൂഞ്ഞാർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഈ പറഞ്ഞ ആശ്രമങ്ങളെല്ലാം ആൾബലം കൊണ്ട് വളരെ ചെറിയ ആശ്രമമാണ്. ഭക്തജനങ്ങൾ വളരെ കുറവുള്ള ആശ്രമങ്ങളാണ്.
പോയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ഇരിക്കുന്ന പല ആളുകളും അവിടെ ആ വാർഷികങ്ങൾക്ക് പോയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ഇരിക്കുന്ന പല ആളുകളും ആ വാർഷികങ്ങൾക്ക് പോയിട്ടുള്ളതാണെന്ന് നിങ്ങൾ പോയി ആൾബലം ഉണ്ടാക്കി അവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്താണ് എല്ലാ പ്രാവശ്യവും ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയി ആൾബലം ഉണ്ടാക്കി ആവശ്യ കാര്യങ്ങൾ ചെയ്താണ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഓരോന്ന് കൊണ്ടുവന്ന് അവിടെ എല്ലാം ഒരുക്കുന്നു. നമ്മൾ തന്നെ ഓരോന്ന് കൊണ്ടുവന്നവിടെ നിങ്ങൾ ഘോഷയാത്ര നടത്തുന്നു, സമ്മേളനം നടത്തുന്നു, ആനന്ദിക്കുന്നു. അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്രാവശ്യവും ഉന്നതമായ നിലയിൽ നിങ്ങൾ ഒത്തുചേർന്നത് ഒരുക്കി നടത്തുവാൻ ഞാനിത് അറിയിക്കുകയാണ്. അത് നമ്മുടെ ആവശ്യമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ചെറുതാകട്ടെ വലുതാകട്ടെ. പേരെന്താണ്? ശുഭാനന്ദാശ്രമം എന്നാണ്, ആത്മബോധോദയ സംഘം എന്നാണ്. അവിടെ നടക്കുന്ന കർമ്മങ്ങൾ വിജയപ്രദമാക്കേണ്ടത് ആരുടെ കടമയാണ്? അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാക്കും. അങ്ങനെ നമുക്ക് ഗുരുവിന്റെ നാമത്തിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. ഭാഗവരുടെ കയ്യിൽ നിന്ന് പോയി, ബാലേന്ദ്രൻ ഭാഗവരുടെ കയ്യിൽ നിന്ന് പോയി. കാരണം താരാസൂർ ഇടയ്ക്കോട്ട് എന്തോ ഇട്ടാലും സ്പീഡ് കൂടുതലായിരിക്കും. ഹൈ സ്പീഡിലാണ് താരാസൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ട്യൂണൊന്നുമില്ല. ആദ്യത്തെ ദിവസം ആളുകൾ ഇങ്ങനെ എഴുന്നള്ളുക ഇങ്ങനെ നിൽക്കും. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആ റിഥം അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതാ താരാസിയുടെ പ്രത്യേകത. കാരണം ലോകം മറക്കുന്നു, ദേഹം മറക്കുന്നു, ക്ഷീണം മറക്കുന്നു, എല്ലാം മറന്ന് അങ്ങനെ ഒത്തുചേർന്ന് അങ്ങനെ പ്രവർത്തിക്കുകയാണ്. ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതി കേരളത്തിൽ 12 ജില്ലകളിൽ വൻപിച്ച തോതിൽ മഴ പെയ്യും എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. 12 ജില്ലകളിൽ വൻപിച്ച തോതിൽ മഴ പെയ്യും എന്നുള്ള അറിയിപ്പ്. 2 ജില്ലകളെ ഉള്ളൂ അതിൽ ഒഴിവാക്കിയിരിക്കുന്നത്. 2 ജില്ലകളെ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പക്ഷേ താരാസ്തുതിയിൽ ബന്ധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഭവനത്തിൽ എത്തിച്ചേരണമല്ലോ. എന്നാൽ പ്രകൃതിയെ പരീക്ഷിക്കാനും പാടില്ല. നമുക്ക് ഏറ്റവും വേഗം ഗുരുദക്ഷിണ അർപ്പിച്ച് കുറച്ച് നേരത്തെ തന്നെ താരാസ്തുതി സമാപനം നടത്തി നിങ്ങളെ യാത്ര അയക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എത്ര നേരം സംസാരിച്ചാലും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് ആനന്ദമാണെന്ന് എനിക്കറിയാം. അത് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സർവശക്തി പ്രത്യക്ഷമായെന്ന് ഞങ്ങളെ ദർശിക്കണമേ എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുക. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. വാഴണമേ വാഴണമേ ദീർഘകാലം വാഴണമേ. സർവശക്തി പ്രത്യക്ഷമായി ലോകത്തിൽ വാഴണമേ. സർവശക്തി പ്രത്യക്ഷമായി ലോകത്തിൽ വാഴണമേ. വാഴണമേ വാഴണമേ സർവശക്തി പ്രത്യക്ഷമായി ലോകത്തിൽ വാഴണമേ. പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കിടുവാൻ, പ്രത്യക്ഷ ജ്ഞാനങ്ങളെ പ്രത്യക്ഷമാക്കിടുവാൻ
പ്രാർത്ഥിച്ച് നിങ്ങൾ അപേക്ഷിച്ചാൽ അങ്ങനെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ അപേക്ഷിച്ചാൽ എന്നും നിങ്ങൾക്ക് എന്നെ കാണാം, എന്നും നിങ്ങൾക്ക് എന്റെ ശബ്ദം കേൾക്കാം, എന്നും എന്റെ ഹൃദയത്തിൽ ചേർന്ന് നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയും. ഇപ്പോ കുറച്ചു കാലം കൊണ്ട് ഈ താരാസ്തുതി സമാപനം നടക്കുമ്പോൾ നമ്മുടെ 2-3 കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹമാണ് ആ വരാന്തയിൽ നിന്ന് ആശ്രമം വരെ പുഷ്പം ഒരുക്കി നടപ്പാത ഒരുക്കുക. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ് വരാന്തയിൽ നിന്നും ആശ്രമത്തിന്റെ വരെയും പുഷ്പം ഒരുക്കി നടപ്പാത. അപ്പൊ ഇന്ന് വലിയ മഴ പെയ്തു. പ്രദക്ഷിണം വെളിയിൽ പോകാൻ നേരം പലരോടും ഞാൻ പറഞ്ഞു, മഴയാണല്ലോ എങ്ങനെയാ പോണോ? അപ്പൊ പലരും പല അഭിപ്രായം പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു, ഭഗവാൻ മഴ അങ്ങ് മാറ്റി തന്നാൽ മതിയേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. ഞാൻ പറഞ്ഞു നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അത് ഓരോന്നും അതിൻ്റെ ആലോചനയോടുകൂടി ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ഓർമ്മയോടുകൂടി അതിൻ്റെ മറുപടി അപേക്ഷയായി വെച്ചാൽ അത് മഹാശക്തി സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വെളിയിൽ കൂടി പ്രദക്ഷിണം ചെയ്ത് അകത്ത് വന്നു പ്രദക്ഷിണമെല്ലാം സമർപ്പിക്കുന്നവരെയും യാതൊരു കുഴപ്പമില്ലാതെ പ്രകൃതി നമുക്ക് അനുകൂലമായി നിന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ പാതയൊരുക്കി, പുഷ്പം കൊണ്ട് അലങ്കരിച്ച് പാതയൊരുക്കി. അപ്പൊ ഞാൻ അകത്തിരുന്ന് വിചാരിച്ചു, എടാ ഇവരിങ്ങനെ ഒരുക്കി മഴ ചാറുകയാണെങ്കിൽ എന്ത് ചെയ്യും? മഴ പെയ്യും എന്നുള്ള ഒരു സാധ്യത വന്നു. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. അപ്പോ മഴ അങ്ങ് പെയ്യാനും തുടങ്ങി. ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം അവര് ആ പാത കൂടാതെ മറ്റൊരു പാത ഞാൻ കയറുന്ന സ്ഥലത്തൂടെ ഒരുക്കിയിട്ടിരുന്നു. അത് ഭഗവാൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു, അങ്ങനെ അത് ചെയ്തു. ഈശ്വരൻ ആ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഒരുക്കങ്ങളും ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് സ്തുതിച്ച സ്തുതികളെല്ലാം സർവശക്തി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ സർവദോഷങ്ങളും തീർന്ന് ശാന്തിയും സമാധാനവും ആത്മാവിൽ അനുഭവമാകുമാറാകട്ടെ. ആനന്ദം ആത്മാവിൽ നിറയപ്പെടുമാറാകട്ടെ. ഇനിയും വന്ന് കാണും വരെ ഈ ആനന്ദം നഷ്ടമാകാതിരിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ആദർശ ഗോപുരങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ഉയർന്നു നിന്ന് ലോകത്തിൽ ജീവിതം ചെയ്യുക. ഒരാളിനെ കൊണ്ടും ഒരു അപകീർത്തി പറയുവാൻ ഇടയാകാത്ത വിധം, ഗുരുവിനെ നിന്ദിക്കുവാൻ ഇടയാകാത്ത വിധം സത്യമായി നിങ്ങൾ ലോകത്തിൽ ജീവിച്ചുകൊള്ളുക. മഹാശക്തി നിങ്ങൾക്ക് കൂട്ടായുണ്ടാകും. എന്റെ ദൂതന്മാർ നിങ്ങൾക്ക് കൂട്ടായുണ്ടാകും. ദേവീദേവന്മാർ നിങ്ങൾക്ക് കൂട്ടായുണ്ടാകും. സർവശക്തി സർവദാ നിങ്ങളെ കരുതി രക്ഷിക്കും. ഈ മഹാദേവാലയത്തിന്റെ മുൻപിലായി ഈ ആദർശത്തെയും ഈ ഗുരുവിനെയും ലോകരംഗത്തേക്ക് വിളംബരം ചെയ്യുവാൻ തക്ക വിധത്തിൽ നല്ല ഗോപുരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഗോപുരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ആ തിരുശബ്ദം. നല്ല ഗോപുരം നിർമ്മിക്കണം. ആ നല്ല ഗോപുരമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ രണ്ടക്ഷരത്തിനുള്ളിൽ ഇരുന്നത് ഇതായിരുന്നുവെങ്കിൽ ഇനി പ്രപഞ്ചത്തിലേക്ക് തന്നിരിക്കുന്ന ശബ്ദങ്ങൾക്കുള്ളിൽ എന്തെല്ലാം കാണാനിരിക്കുന്നു. അതെല്ലാം ഇതാ നാദബ്രഹ്മമായി ലോകത്തിൽ നിലകൊള്ളുകയാണ്. സ്വീകരിപ്പാൻ ഹൃദയമൊരുങ്ങുമ്പോൾ അത് ജ്ഞാനബ്രഹ്മമാകും. ആ ജ്ഞാനബ്രഹ്മം അത് കർമ്മരൂപത്തിലെത്തും. അപ്പോൾ സ്ഥൂലാവസ്ഥയിൽ അത് കാണുവാൻ കഴിയും. അങ്ങനെ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മഹാഗോപുരവും. ആ വിധത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം ഉന്നതമായി ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തിക്കൊണ്ടാക്കും. പൂർണ്ണരൂപ 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 ദൈവമേ പൂർണ്ണരൂപ. ഈ കീർത്തനം എൻ്റെ ഭാനുഭാവത്തിൽ പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പം അദ്ദേഹം തന്നെ പാടട്ടെ. പൂർണ്ണരൂപ 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 ദൈവമേ ദിവ്യ
പൂർത്തിയാക്കി നൽകണേ. ദിവ്യമായ ഗോപുരത്തെ പൂർണ്ണമാക്കി നൽകണേ. പൂർത്തിയായി കണ്ടിടുവാൻ ആദിയായി വിളിച്ചവനെ. പൂർത്തിയായി കണ്ടിടുവാൻ ആദിയായി വിളിച്ചവനെ. പൂർത്തിയായി കണ്ടിടുവാൻ ആദിയായി വിളിച്ചവനെ. പൂർത്തിയായി കണ്ടിടുവാൻ ആദിയായി വിളിച്ചവനെ. ആദിതീർത്തു പൂർത്തിയാക്കി കാലമായി നൽകണേ. ആദിതീർത്തു പൂർത്തിയാക്കി കാലമായി നൽകണേ. ആദിതീർത്തു പൂർത്തിയാക്കി കാലമായി നൽകണേ. ആദിതീർത്തു പൂർത്തിയാക്കി കാലമായി നൽകണേ. ആത്മദീപമുള്ള ജ്ഞാനഹൃദയമാതു കരുതണേ. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗോപുരത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കീർത്തനമെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. ഗോപുരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീർത്തനമെന്നാണ് പലരും വിചാരിച്ചത്. അതിന് ചില സംശയങ്ങളും വന്നു പലരുടെയും ഭാഗത്തു നിന്ന്. ചില സംശയങ്ങളും വന്നു പലരുടെയും ഭാഗത്ത്. ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം ലോകാന്ത്യം വരെ ഉപയോഗിക്കാനുള്ളതാണല്ലോ. ഭഗവാന്റെ കീർത്തനങ്ങളെല്ലാം ലോകാന്ത്യം വരെ ഉപയോഗിക്കാനുള്ള. അപ്പോൾ ഈ ഗോപുരം നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ കീർത്തനം ആവശ്യമില്ലാത്തതാകുമോ എന്നാണ് ചോദ്യം. ഗോപുരം നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ കീർത്തനം ആവശ്യമില്ലാത്തതാകുമോ എന്നാണ്. അവിടെയാണ് ഇതിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാകാതെ പോകുന്നത്. അവിടെയാണ് ഇതിന്റെ ശരിയായ അവസ്ഥ മനസ്സിലാകാതെ. ആത്മദീപം എന്ന ജ്ഞാന ഹൃദയം അത് കരുതണേ. ആത്മദീപം എന്ന ജ്ഞാന ഹൃദയം അത് കരുതണേ. ഇപ്പോ ആ നാമം കൊടുത്ത ഒരാളിനെ തീരുമാനിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതാണ് ആത്മദീപം എന്നാണ് എല്ലാവരുടെയും വിചാരം. നാമം കൊടുത്ത ഒരാളിനെ നിയോഗിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതാണ് ആത്മദീപം. ഇപ്പോഴതാണ് ആത്മദീപം. എന്തുകൊണ്ട്? ഈശ്വര ഇച്ഛ അറിഞ്ഞ് കർമ്മിക്കുവാനുള്ള കർമ്മരൂപമായി ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ആത്മദീപമാണ്. ഈശ്വര ഇച്ഛ അറിഞ്ഞുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് ആത്മദീപമാണ്. ആ ആത്മദീപം ആയതുപോലെ നിങ്ങൾ ഓരോരുത്തരും കർമ്മത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മദീപങ്ങളായി മാറണം. കർമ്മത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മദീപങ്ങളായി മാറണം. മഹാഗോപുരം ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ്? ആത്മലോകമൊത്തു ചേർന്നു പൂർത്തിയാക്കി കാണുവാൻ. പൂർത്തിയാക്കി കാണുവാൻ
അനുഗ്രഹിച്ചിടണമേ. ഗോപുരം പൂർത്തീകരിക്കപ്പെടുന്ന എപ്പോഴാണ്? ഗോപുരം പൂർത്തീകരിക്കപ്പെടുന്ന സർവാത്മാക്കളും തന്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ പാദത്തിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോഴാണ്. സർവാത്മാക്കളും ഭഗവാന്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ തൃപ്പാദത്തിലേക്ക് അപ്പോൾ വരെയും ഗോപുര നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ വരെയും ഗോപുര ഈ നിർമ്മാണം നടക്കും. കല്ലുകൊണ്ടുണ്ടാക്കുന്ന ഗോപുരമല്ല, യഥാർത്ഥ ഗോപുരം അതല്ല. അത് ശുഭാനന്ദ ഗോപുരമാണ്. അത് സൂക്ഷ്മാവസ്ഥയിലൂടെ നിലകൊള്ളുകയാണ്. അതിന്റെ ചെറിയൊരു രൂപം സ്ഥൂലാവസ്ഥയിൽ നമ്മൾ നിർമ്മിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇനിയും ജനിച്ചു വരുവാനുള്ളവരും കടന്നുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ ആത്മലോകം ഒന്നായി ചേർന്ന് ശുഭാനന്ദപാദത്തിൽ സ്വീകരിക്കപ്പെടുമ്പോഴാണ് ശുഭാനന്ദ ഗോപുരം പൂർത്തീകരിക്കപ്പെടുന്നത്. ആത്മലോകം മഹാഗോപുരത്തിൻ്റെ ഓരോ ശിലകളും അതിൻ്റെ സ്തൂപങ്ങളും അതിൻ്റെ ബിംബങ്ങളും അതുപോലെയുള്ള സാധന സാമഗ്രികളും അതിനിടയിൽ ചേർക്കുന്ന മറ്റ് വസ്തുക്കളും ഒക്കെ ഓരോ സ്ഥലത്തും നമ്മൾ സ്വീകരിച്ചതിൽ ഇടപെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ചേർക്കുന്നത് പോലെ അതുപോലെ ചേർക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും ആത്മരൂപാന്തരം പ്രാപിച്ച് ആത്മദീപങ്ങളായി ഉയർന്ന് എൻ്റെ ആ പാദത്തിലേക്ക് ചേർക്കപ്പെടണം. അങ്ങനെ സർവാത്മാക്കളും സമ്പൂർണ്ണ ജ്ഞാനമായി സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപന്റെ പാദത്തിൽ ചേർക്കപ്പെടുമ്പോഴാണ് മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടുന്നത്. സർവാത്മാക്കളും സമ്പൂർണ്ണ ജ്ഞാനമായി സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപന്റെ തൃപ്പാദത്തിൽ ചേർക്കപ്പെടുമ്പോഴാണ് മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ലോകാന്ത്യം വരെ പാടാനുള്ളതാണോ ഗോപുരം നിർമ്മിച്ചു കഴിഞ്ഞ് അവസാനിക്കാനുള്ളതാണോ? ലോകമുള്ള കാലം വരെ ഇതെല്ലാം തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് കൽപ്പിച്ചത് ഭഗവാനാണ്. അങ്ങനെ നിർമ്മിക്കുന്ന നമ്മുടെ മഹാഗോപുരം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടുകൂടി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടി സ്വീകരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം എത്രയും വേഗം അത് സ്വാധീനമാക്കാം. ആത്മസമർപ്പണം ചെയ്ത് ജീവിക്കുന്നവർക്കെല്ലാം ആത്മദീപമായി ഉയർന്നു വരാം. ആത്മദീപമാണ് ആത്മാനന്ദ ദീപമായി മാറ്റപ്പെടുന്നത്. ആത്മാനന്ദ ദീപമാണ് ശുഭാനന്ദമായി മാറുന്നത്. അങ്ങനെ സർവ്വതും ശുഭാനന്ദമാകുവാൻ ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. സദ്ഗുരുനാഥൻ അറിയിക്കുന്ന അറിവുകളെ കൂർമ്മബുദ്ധികളൊന്നും ഉപയോഗിക്കാതെ ദുഷ്ടബുദ്ധികളൊന്നും ഉപയോഗിക്കാതെ ആദര സമന്വിതം സ്വീകരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആത്മാവിന് മാത്രമേ ആത്മനാഥന്റെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു പരിശീലനമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ല. ഈ താരാസ്തുതിയും അതിനുവേണ്ടിയുള്ളതാണ്. നിരന്തരമായി ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം നിങ്ങളുടെ ആത്മാവിൽ അനുഭവമാകുമ്പോൾ വീണ്ടും നിങ്ങൾ അതിന് ആഗ്രഹമുള്ളവരായി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതങ്ങ് മറന്നു കളഞ്ഞാൽ പിന്നെ ആഗ്രഹം ഉണ്ടാവുകയില്ല. അങ്ങനെയല്ല വേണ്ടത്. എന്തെല്ലാം അറിയിച്ചിട്ടുണ്ടോ, ഏതെല്ലാം കീർത്തനങ്ങൾ പാടിയിട്ടുണ്ടോ, യാമങ്ങളിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം
സൂക്ഷിച്ചു വെച്ച് അതെല്ലാം വീണ്ടും വീണ്ടും അതിനെ തന്നെ ധ്യാനിച്ച് വീണ്ടും വീണ്ടും അതിനെ തന്നെ മോഹിച്ച് വീണ്ടും വീണ്ടും അതിനെ തന്നെ ബന്ധിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആനന്ദരൂപന്റെ വാഴ്ച ആത്മാവിൽ കാണുവാനിടയാകുന്നത്. അങ്ങനെ കാണുവാൻ ഗുരുപാദം കൈവിടാതെ ഓരോരുത്തരും പ്രവർത്തിക്കുക. നിങ്ങൾ ഉറ്റു പ്രാർത്ഥിക്കുക, മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടട്ടെ. ആത്മദീപം ഇതിനാവശ്യമാണെന്ന് ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തിക്കണ്ടാക്കൊള്ളാം. അങ്ങനെയെങ്കിൽ ആയുരാരോഗ്യത്തോടെ കാണുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആത്മാനന്ദ ദീപമായി ഭഗവത് ഹൃദയത്തിൽ കരുതപ്പെടുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും എപ്പോഴും നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാം ഭഗവത് നിയോഗപ്രകാരം നിയമിക്കപ്പെട്ടവരാണ്. അതിന്റെ ശക്തി, അതിന്റെ ശബ്ദം, അതിന്റെ ജ്ഞാനം എല്ലാം അവരിൽ സ്ഥിരമായി നിലകൊള്ളട്ടെ. മണ്ണിലായി വിണ്ണിലായി ദിവ്യമായ കാഴ്ചകൾ ആത്മനാഥൻ നൽകുന്നത്. ആത്മനാഥൻ മറന്നുപോകാതെ ജീവിക്കുവാൻ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ കാഴ്ചകൾ, ഉന്നതമായ അനുഭവങ്ങൾ, ഉന്നതമായ ആനന്ദാവസ്ഥ നിറച്ചു തന്ന ഈ താരാസ്തുതി. കുറച്ചു സമയം മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് സമർപ്പിക്കാൻ തോന്നുന്നില്ല, വിട്ടുപിരിയാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വീണ്ടും കുറെ സമയമായി എന്നുള്ളത് ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പോഴും എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. ഈ പ്രകൃതി ഇങ്ങനെ മൂടി നിൽക്കുന്ന കാണുമ്പോഴാണ് വീണ്ടും ഒരു ഓർമ്മ വരുന്നത്. കാരണം 2-3 വണ്ടിയൊക്കെ പിടിച്ചു പോകേണ്ട സന്താനങ്ങളുണ്ട് ഈ കൂടെ. അവരുടെ പ്രയാസത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിർത്താതെയും വയ്യ. അവർ സുരക്ഷിതരായി ഭവനങ്ങളിൽ എത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഗുരുദക്ഷിണ അർപ്പിച്ച് സമാപന ചടങ്ങ് നടത്താം. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചു. എല്ലാ കർമ്മ ബന്ധങ്ങളും ഒഴിവായി ഉന്നതനാകുന്ന ഗുരുവിനോട് ബന്ധിച്ച് ജീവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സർവദോഷങ്ങളും തീർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശാന്തി നൽകുവാൻ ജഗദീശ്വരൻ വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം പരമാത്മാവ് ഈ ലോകത്തിൽ താണിറങ്ങി വന്ന് തൻ്റെ സമ്പൂർണ്ണ സൃഷ്ടികളെ 1 2 1 കോടിയോ 2 കോടിയോ അല്ല, അനന്തകോടികളായി വ്യാപരിച്ചിരിക്കുന്ന തൻ്റെ സമ്പൂർണ്ണ സൃഷ്ടികളെ സമ്പൂർണമായി തന്നിലേക്ക് സ്വീകരിപ്പാൻ തക്ക വിധത്തിലുള്ള സമ്പൂർണ്ണ നിയമവുമായി താണിറങ്ങി വന്ന കാലമാണ് കലിയുഗ അവതാരം. അതുകൊണ്ട് തന്നെ കലിയുഗ അവതാരം എത്രയാനന്ദമോ, കലിയുഗ അവതാരം ആരാഞ്ഞറിയാൻ
മഹാഭാഗ്യത്തെ ആത്മലോകത്തിന് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് മഹാശക്തി നടത്തുന്ന തൻ്റെ അവതാര വാഴ്ച അത് എന്നുവരേക്ക് വേണ്ടിയാണ്? ലോകാന്ത്യം വരെ മാറ്റമില്ലാത്തവൻ. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ ഭാഗ്യമുണ്ടായത് തൻ്റെ മാറ്റമില്ലാത്ത വാഴ്ച ഉണ്ടാകുമെന്ന് കൽപ്പിച്ച കൽപ്പന മുഖാന്തരമല്ലേ? ആ കൽപ്പനകൾ ഓരോന്നോരോന്നായി ലോകത്തിൽ പ്രാവർത്തികമാകുന്നത് കൊണ്ടല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തന്നിരിക്കുന്ന കൽപ്പനകളെ നിങ്ങൾ പാലിക്കാതെ പോയാൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ നിങ്ങൾ നേരിടേണ്ടി വരും? താൻ കൽപ്പിച്ച കൽപ്പനകൾ, തൻ്റെ നിബന്ധനകൾ, തൻ്റെ നിയമങ്ങൾ എക്കാലവും ലോകത്തിൽ നിലനിർത്തുവാൻ ലോകാന്ത്യം വരെ വാഴുമെന്ന് തീരുമാനിച്ചു. അതും പ്രകാരം മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാറ്റമില്ലാത്തവൻ മരണമില്ലാത്തവൻ പരമഗുരു വരമാണിടുന്നു. മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. അറിവ് കൊണ്ട് ആലോചിക്കുന്നവർക്ക് ഗുരുനാഥനെങ്ങും പോയിട്ടില്ല. അറിവ് കൊണ്ട് ആലോചിക്കുന്നവർക്ക് ഗുരുനാഥൻ എങ്ങും പോയിട്ടില്ല. അറിവായിട്ട് അവരവരുടെ അകതാരിൽ തന്നെ കാണാം. ഏതു ശരീരത്തെ സ്വീകരിച്ചാലും മാറ്റമില്ലാത്തതിൻ്റെ വാഴ്ച കാണാം, മാറ്റമില്ലാത്തതിൻ്റെ ശബ്ദം കേൾക്കാം, മാറ്റമില്ലാത്തതിൻ്റെ അനുഭവം അനുഭവിക്കാം. അങ്ങനെ ശുദ്ധമായ ഹൃദയത്തെ ഓരോ ആത്മാവിലും ഉരുവാക്കി വെച്ചുകൊണ്ട് ഗുരുവിനെ സേവിക്കുവാൻ തീരുമാനിച്ചാൽ ഒരിക്കലും മരണമില്ലാത്ത ഗുരുവിനെ അനുഭവിക്കാം. അങ്ങനെ അനുഭവ സുഖത്തിൽ എന്നും ജീവിക്കുവാനുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. ഈ താരാസ്തുതിയും അതിനുവേണ്ടിയുള്ളതാണ്. നിങ്ങളിലുള്ള സർവ്വദോഷങ്ങളെയും തീർത്ത് നിങ്ങളെ ശുദ്ധമാക്കുന്നത് ലോകത്തിൽ ദുഃഖമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ദുഃഖമില്ലാത്ത ആനന്ദലോകത്തിൽ ആനന്ദരൂപനോടൊത്ത് നിത്യവാഴ്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്, നിത്യാനന്ദ വാഴ്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാം സർവേശ്വരൻ മർത്യനായി ഉദയമായി. സ്വർഗസ്ഥനാകുന്ന പിതാവിൻ്റെ ഉന്നത വാഴ്ച, ആനന്ദ വാഴ്ച എന്നും അനുഭവിച്ചുകൊണ്ട് ആ നിത്യാനന്ദ രാജ്യത്തിൽ ചേർന്നിരിക്കുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ താരാസ്തുതിയിൽ കൂടി ശുദ്ധീകരിക്കപ്പെട്ട ഈ ഹൃദയകമലങ്ങൾ ഒരു വിധത്തിലും വാടിപ്പോകാതെ, ഒരു വിധത്തിലും കരിഞ്ഞു പോകാതെ, ഒരു വിധത്തിലും മങ്ങിപ്പോകാതെ ഈ നിത്യാനന്ദ സ്വർഗസുഖത്തെ തന്നെ ചിന്തിച്ചും അതിനെ തന്നെ ആഗ്രഹിച്ചും അതിനെ തന്നെ ബന്ധിച്ചും നിങ്ങൾ ലോകരംഗത്ത് ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങൾക്ക് കൂട്ടായിരിക്കുമാറാകട്ടെ. എൻ്റെ ദേവീദേവന്മാർ നിങ്ങൾക്ക് കൂട്ടായിരിക്കുമാറാകട്ടെ. എൻ്റെ ദൂതപരമ്പരകൾ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. എൻ്റെ ത്യാഗധനന്മാരായ പൂർവ്വസൂരികൾ നിങ്ങൾക്ക് അനുകൂലരായി വരട്ടെ. എല്ലാം നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ തുറന്നൊന്ന് ഇതിനെല്ലാം സ്വീകരിച്ചാൽ മാത്രം മതി, എല്ലാം നിങ്ങൾക്ക് അനുഭവമാകും. ആ വിധത്തിൽ അനുഭവ സുഖങ്ങളെ ദാനം ചെയ്ത പരമാത്മാവിൻ്റെ നാമസങ്കീർത്തനങ്ങൾ പാടി ആനന്ദിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഈ മഹായജ്ഞം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. സർവ ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഇതാ ത്രിമൂർത്തികൾ, മഹർഷീശ്വരന്മാർ, ബ്രഹ്മർഷികൾ, യക്ഷകിന്നരന്മാർ എന്ന് വേണ്ട സൂക്ഷ്മമായി നിൽക്കുന്ന പുണ്യമായി വന്നവരും ഇനി മേലിൽ വരുവാനുള്ളവരും എല്ലാം ഇത് അണിനിരന്നിരിക്കുകയാണ്. ഓങ്കാരനാദം, മണിനാദം, ശംഖുനാദം, വിവിധ വാദ്യഘോഷങ്ങൾ, കൈകൾ ഉയർത്തി നിങ്ങൾ ഓരോരുത്തരും ഓം ശ്രീ ശുഭാനന്ദായ നമഃ എന്ന് ഉച്ചരിക്കുക. ഇതെല്ലാം സൂക്ഷ്മമായി നടക്കുന്ന അവസ്ഥ. നിങ്ങൾ കൂടി അതിൽ അണിചേരുക. മഹാശക്തി നിങ്ങളെ ഇതാ ദർശിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതനാകുന്ന സർവകലാവല്ലഭനാകുന്ന വിരാട് സ്വരൂപം ഇതാ നിങ്ങളെ ദർശിക്കുകയാണ്. ഓരോരുത്തരും ഉന്നതരായി തീരുവാൻ ഉന്നതനാകുന്ന ദൈവം ഉന്നത സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ദർശിക്കുകയാണ്. ഉന്നതന്റെ വാഴ്ച എന്നും അനുഭവമാകുമാറാകട്ടെ.